എൻ്റെ ഇൻട്രോ എടുക്കാൻ ഞാൻ തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് 2-3 സ്ഥലം പോകാനുണ്ട്. ഫസ്റ്റ് വൺ മൂപ്പര PRP ട്രീറ്റ്മെൻ്റ് ഉണ്ട്, 2 ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് വൺ എടുക്കാൻ പോവാണ്. ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ ലോസ് ചേമ്പേഴ്സ് അക്വേറിയം പോവാണ്. ടിക്കറ്റ് ഫ്രീ ആയപ്പോൾ പോവാണ്. ഫസ്റ്റ് ടൈം നമ്മൾ പോയിട്ട് പൈസ എടുത്തിട്ട് തന്നെ പോയത്. ഇപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോവാണ്. മിറാലിന് വേണ്ടിയിട്ടാണ് പോണത്. ആ ഒരു ഏജാണല്ലോ ഇപ്പോൾ, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏജാണ്. ഷീസ് 5 months now. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിതാ ബിസിനസ് ബിയിലെത്തി. അതിൻ്റെ ഇടയിൽ കൂടെ ചാർജർ എടുക്കാൻ പോകും. നിങ്ങളെ ലാപ്പിൻ്റെ ചാർജർ എടുക്കാൻ ഓഫീസ് ഇവിടെയാണ്. ഇതാണ് ഓഫീസ്. നമ്മള് പപ്പന്റെ ഓഫീസിലാണ് പോവാ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ ഞാൻ ഇരിക്കല്, എന്റെ സീറ്റ്. നിങ്ങളെ സീറ്റല്ലേ, നല്ല വൃത്തിയുണ്ട്. അത് അവിടെ ഒമറിയിരിക്കും. പിന്നെ എൻ്റെ ഓപ്പോസിറ്റില് ജബ്ബായി, താജ് അവിടെ, നന്ദു അവിടെ, റഫീഫ് അവിടെ, ലൈനൽ അവിടെ, ഷോയൽ ഭായിന്റെ റൂം. പപ്പന്റെ ഓഫീസ്. എന്ത് കുമ്പ വണ്ടിക്ക് തിന്നാൻ കൊടുക്കണോ? ഓ പെത്രോ. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ അക്വേറിയം പോകും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കും. ഒരാൾ സൈഡായി ഉറക്കി ഞാൻ. നമുക്കും വിശക്കുന്നുണ്ട്, വണ്ടിക്കും വിശക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലഞ്ച് ബോക്സ്. സ്പൂണോ? മേനില്ലാത്ത സ്പൂൺ തന്നെ. അച്ചാറും ഫിഷും ടൊമാറ്റോ റൈസും. ഫിഷ് സുൽത്താൻ ഇബ്രാഹിം സ്റ്റീം ചെയ്തതാണ്. ഇതാണ് ആർട്ടിസ്റ്റ്, അതാണ് കുബ. ഇനി നമ്മൾ യോഗേർട്ട് കഴിക്കാം. ഓൾമോസ്റ്റ് എത്താനായില്ലേ? 8 മിനിറ്റും കൂടെ. ഹലോ ഗായ്സ്, വരി. ആള് കരയാനയക്കുന്നു. അല്ല, ചിരിക്കണ്ട്. അയ്യോ, മാപ്പ് കാണാനാ രസം. അങ്ങനെ ഫൈനലി നമ്മൾ അക്വഞ്ചറിൽ എത്തിയിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ അതേ അവിടെ ഷട്ടിൽ ബസ് ഉണ്ട്. ഷട്ടിൽ ബസ്സിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്വഞ്ചറിലേക്ക് എത്തുന്നു. അക്വഞ്ചറിലല്ല നമ്മൾ പോകുന്നത്, അക്വഞ്ചറിൻ്റെ തൊട്ട് അടുത്തുള്ള അറ്റ്ലാന്റിസ് ലോസ്റ്റ് ചേംബർ, അതായത് അക്വേറിയം. ഇൻട്രോ മൂപ്പരെടുത്തു.
എൻ്റെ വ്ളോഗല്ലേ. ഇതന്നെയാണോ ബസ്? സ്കൈ ഭയങ്കര ഇഷ്ടമായി. ഇതന്നെയല്ലേ ബസ്സൊക്കെ കയറി? ആ ബസ് കയറാം. അതിൻ്റെ അടുത്ത് ടിക്കറ്റ് ഇല്ലേ? ഉണ്ട്. ബസ് ഫുള്ള് കാലിയാണ്, നമ്മൾ തന്നെ ഉള്ളു തോന്നുന്നു. ഹലോ. നല്ല തണുപ്പില്ലേ, പുറത്ത് ചൂടില്. ഇതെന്ത് ഫിഷാണത്? Big fish. Miran, where is fish? Miran. അത് നോക്കുന്നുണ്ട് കേട്ടാ. നീ ഇവർക്ക് മീനുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊക്കെ കിട്ടുമോ? മറ്റേ അക്വാമാനുമാതിരി. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ജാഥയാണ്, മീനുകളുടെ ജാഥ. ഈ യെല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ. ഓ മറ്റേതാ നിമോ, ആ കളറ്. നിമോ അല്ല, ഡോറിയാണ്. ഡോറി ഡോറി ഡോറി. കുറേ ഡോറികളുണ്ട് ഇവിടെ. നിമോ ഉണ്ട് അവിടെ, ഓരോ ഇതിലുണ്ട്. ഒരാള് ഭയങ്കര കോൺസെൻട്രേഷൻ അല്ല. ഒന്ന് കെട്ടിയ പിടിച്ച് നോക്കും. രണ്ട് കൊമ്പൊക്കെയുള്ള ഒരു മച്ചൻ. വെറൈറ്റി സാധനം. ഇതെന്ത് മീനാണ്? ഇതിന് മൂന്നക്കടി ഉണ്ടാവും. എന്താണിത് മീന്? ഈർക്കിളി. മീനാണ്. പേരൂടെ എഴുതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ടാസ്ക് വേറെ കൂപ്പ, ഇതിനൊരു പേരിടണം. നമുക്ക് അത് റഹ്മാൻ എന്ന് പേരിടാം. അത് റഹ്മാൻ. ഹലോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ചങ്ങി, ഭയങ്കര ഗൗരവം. അവനിങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇടയ്ക്ക് പോണവരെ കാട്ടണൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ചെമ്മീൻ എന്തോ ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ശ്രിമ്പ് ഉണ്ട്. അതിൻ്റെ തായ്ലൻഡ് പോയാൽ തായ്ലൻഡ് പോയപ്പോഴേ വെള്ളത്തിനടി പോയില്ലേ, നമ്മളിങ്ങനെ മീനൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ബണ്ണ് വരും. ബണ്ണ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ
ഇവരിങ്ങനെ വന്ന് തിന്നും കഴിയും. ഒരാള് ഭയങ്കര കോൺസെൻട്രേഷൻ അല്ല. പല ടൈപ്പ് മീനുകളിലെ കണ്ടപ്പോൾ കളേഴ്സും. ഓ ഇത് നോക്ക് ഉപ്പ. എന്തോ കൊഞ്ഞെല്ലാം കുത്തുന്നത്. അവളിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ വരും. അതെ. ഇങ്ങനെ പോകുന്നു. ഒരു കൂട്ടം കൂട്ടായി പോണ മീനാണ് തോന്നുന്നല്ലേ. നല്ല ഭംഗിയുണ്ട് ഫോണ് കാണാൻ. ഇങ്ങനൊക്കെ പോണല്ലേ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ. മിറാൻ ആൾക്ക് നല്ല ഇഷ്ടമാണ്. ഇതിനൊന്ന് കിട്ടിയാൽ തന്നെ നമുക്കൊരു ദിവസം നല്ല കഴിക്കാം. നല്ല വലിപ്പുണ്ട്. ഇവിടെ താഴെ കുറേ ഉണ്ട്. ഇതിന്റെ മുകളിലുണ്ട് കുബ.
ടിക്കറ്റ് ആവും. ചെറിയൊരു ഷുണ്ടൽ കാണുന്നു. അത് പോണ ഞാൻ ഇതാണ് മാൻഡിസ്. നല്ല കളർ കോമ്പിനേഷൻ ആണ്. ബ്ലൂ ആൻഡ് റെഡ്. ഇതിലൊന്നും ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഇത് മറ്റേ നടൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ടല്ലേ. ഓ ഇത് കുറുക്കനും ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് അടിച്ച ഇതൊക്കെയാണ്. ചപ്പാത്തി പ്രസ് പ്രസ് ചെയ്ത് ആ റേവ് എന്നോട് പറയുന്നത് ഫോൺ മാറ്റണ്ടേ. സ്റ്റോറേജ് ഫുള്ളായി. ഏത് മീനാ വേണ്ടി? ഏത് പിടിച്ചിരുന്നു? ഏത് മീനാ വേണ്ടി? ആ പെയിന്റ് അടിച്ച മീൻ. പെയിന്റ് അടിച്ച മീൻ കിലോ 1000. കിലോ 1000. ഹലോ, അങ്ങനെ നമ്മൾ അക്വേറിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെ ഒരാളത് പാല് കുടിക്കുന്നു. ഞങ്ങൾ ക്ഷീണിച്ചിട്ട് കുറേ നടന്ന് ക്ഷീണിച്ച് അവസാനം ഒരു ബെഞ്ചിലിരിക്കും. അയ്യോ ഓ തോർത്തി കൊടുക്കും. എന്തൊക്കെ എൻ്റെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. എൻ്റെ കള്ളത്തരം ഉണ്ടല്ലോ, ഭയങ്കര കള്ളത്തിയാനുള്ളത്. അത് തുപ്പുന്നു. ഉറക്കാൻ വന്നിട്ടുണ്ട് കണ്ണ്. കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യം കുറേ ഉള്ളത് പോയത്. ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാമത് വന്നുകൊണ്ടാണോ അറിയില്ല. കുറച്ച് സ്ഥലങ്ങൾ അവർ ക്ലോസ് ചെയ്താണോ എന്ന് അറിയില്ല. കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് വേണ്ടി വന്നതല്ലേ, എന്തൊക്കെ വേണ്ടി ബേബിക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നത്. അങ്ങനെ അവള് കുറെ മീനുകളൊക്കെ ഇങ്ങനെ നോക്കി. ഇതെന്താ ചെയ്യുന്നത്? കളിക്കുക പാലായിട്ട്. ഇവിടെ ഒരാൾ പാല് കൊടുത്തിട്ട് പാലായിട്ട് പാല് മതിയോ? ഉറക്കം വരാമോ? നമ്മൾ ക്യൂട്ടിസ്ക്കാ പോണത്. കുബന്റെ PRP 30 minutes എടുക്കും പറഞ്ഞില്ലേ. നമ്മള് ബ്ലഡ് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ അത് അവിടെയൊക്കെ കൊണ്ടുണ്ടല്ലോ. തലശ്ശേരി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാ. കറാമയില് ഫുഡ് ഹണ്ട്. ചിക്കൻ, ദാല്, പൊറോട്ട. ഇത് കഴിക്കില്ലല്ലോ. ചായ, മിറാലി ഇവിടെ ഉണ്ട്. മെർഡി സിറ്റി സെൻറ്ററിലെത്തി. നമ്മൾ പിക്കിളിലാണ് കയറാൻ പോകുന്നത്. പിക്കിളിലെത്തി. ഫുഡ് കോർട്ടിലൊക്കെ തപ്പി അവസാനം നമ്മൾ പിക്കിളിലായി.
നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഹലോ പീപ്പിൾ. അങ്ങനെ നമ്മളെ വൈഫ് കുറച്ച് ബിസിയാണ്. അപ്പം ഞാനാണ് വീഡിയോയുടെ ക്ലോസിങ്, ഞാനാണ് ഓപ്പണിങ് ഞാനല്ലേ ഇനി. അപ്പോൾ മോളുടെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും അധികം ഇല്ല, കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഫുള്ള് കറക്കവും നടത്തുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ സ്റ്റെപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 11,000 സ്റ്റെപ്പാണ് നടന്ന് മതിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ കരച്ചിലും. അപ്പോൾ മോളുടെ ഉള്ളിൽ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ സ്കിപ്പാക്കി. പ്രധാനപ്പെട്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. കുട്ടീൻ്റെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അത് വീട്ടിലെത്തിയിട്ട് നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചത്. ഫുള്ള് സെറ്റ് ആയിട്ടില്ല. അതിപ്പോൾ ഫീഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. 6 മന്ത്. നമ്മൾ 6 മന്ത് ആവാൻ കാത്തു നിൽക്കണമെന്നുള്ള ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുക. കാരണം ചിലർ 5.5 കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ഫ്രണ്ട് തന്നെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ സജ? അത് നമ്മളിങ്ങനെ ആലോചിക്കാം, നമുക്ക് കൊടുത്തു തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ. ഇനി ഹൈ ചെയർ വാങ്ങിക്കാണ്ട്, പ്ലേറ്റ് വാങ്ങാൻ, കുറേ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പപ്പ പ്രിൻസസിന്. അങ്ങനെ അപ്പോൾ നമ്മളത് കഴിഞ്ഞിപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. എല്ലാം ചെയ്തതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യും, ഒരു ഫുൾ വീഡിയോ ചെയ്യാം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് തുറക്കണ്ടല്ലേ, ഫുൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അൺബോക്സിങ് വീഡിയോ ചെയ്യാം. അപ്പോൾ അത് നമ്മളത് വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ, ഇനി അധികം ഇങ്ങനെ ഓടിക്കാൻ ഞാൻ പോലീസ് പിടിക്കും. അപ്പോൾ ശരി, നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഭാര്യ കൈയും വീശി നിൽക്കുന്നു. നമ്മളുണ്ടോ ഒരു കുട്ടി കവറ് ചങ്ങലൊക്കെ ഇട്ടിരിക്കുന്നില്ല. വീട്ടിലേക്ക് എത്തിയ സ്ഥലമില്ല കേട്ടോ. ഫുൾ ആമസോണിൽ നമ്മൾ കയ്യേറിയിരിക്കുന്നത്. നമ്മൾ സ്ഥലം ആമസോൺ വെയർ ഹൗസ് കണ്ട് മാറ്റി. അങ്ങനെ അതെ, ദീർഘയാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരുന്നു. നമ്മൾ ആമസോണിൽ ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ കോള് വന്നില്ല. എന്നായിരുന്നു ഡെലിവറി കാണിച്ചിരുന്നത്. കോൾ വന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ, ഞാൻ ലീവ് അറ്റ് മൈ ഡോർ സ്റ്റെപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്നാണ് അയാൾ ഇവിടെ എല്ലാം വെച്ചിട്ട് അയാൾ പോയിട്ടുണ്ട്. കോളും ചെയ്തില്ല എന്നെ. അപ്പോൾ നമുക്കിത് നോക്കാം. എന്തൊക്കെ എന്ത് സാധനം കുലുങ്ങുന്ന വെള്ളം പോലെ എന്തിരുന്ന സാധനം ഞാൻ ഓർഡർ ചെയ്തത്? എനിക്കറിയില്ല. ഈ എന്താ ഓർഡർ ചെയ്തത് വെള്ളം പോലെ? ആദ്യത്തെ സാധനം ഗിഫ്റ്റ് ആമസോൺ ബേസോസ് മിഞ്ഞാന്ന് തുടങ്ങിയ പീടിയാണല്ലോ പ്രൊമോഷൻ നടത്തുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കില്ല അവിടെ ഇത് തരാൻ. ഇതിൻ്റെ സ്പ്രേ. ആദ്യത്തെ ഐറ്റം സ്പ്രേ. ഇത് ഏതാണെന്നറിയോ? ഇത് ഏതാ സാധനം? റസാസിൻ്റെ ഡരീജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പ്രേ ആണ്. ദരീജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ചെറിയ പൈസ ഉള്ളൂ. നമ്മൾ ഈ വാങ്ങിച്ചൊക്കെ ചെറിയ പൈസേൻ്റെ സാധനം കേട്ടോ. വലിയ പൈസേൻ്റെ സാധനം ഞാൻ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഫാഷനിലൊന്നും ഞാൻ അത്ര എനിക്കൊരു സെൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാം. വലിയ ബ്രാൻഡൊന്നും ഞാൻ ഉപയോഗിക്കില്ല. അങ്ങനെ പൈസ ഞാൻ കളയലില്ല കേട്ടോ. പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചൊക്കെ കുറേ പൈസ കളയുന്നുണ്ട്. പിന്നെ അത് അടുത്ത ഐറ്റം ഒരു എക്സ്റ്റൻഷൻ. എന്ത് വെയിറ്റാടോ, ഇത്ര വെയിറ്റ് ഉണ്ട്. അത് 5 മീറ്റർ അല്ലേ. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കേടുവന്നിരുന്നു. അപ്പം വീട്ടിലേക്ക് ഒരു എക്സ്റ്റൻഷൻ വാങ്ങിച്ചാണത്. സെക്കൻഡ് ഐറ്റം എക്സ്റ്റൻഷൻ. പണ്ടൊരു പരിപാടി മേശയില്ലെങ്കിൽ അറിയാം. നാപ്റ്റോളല്ല, ഒരു സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചിരിക്കണം. പണ്ട് ഞങ്ങൾ ഗൾഫിൽ ഉണ്ടാകുമ്പോഴാണ്. എന്നിട്ട് പലതും ഇങ്ങനെ കൊടുക്കും. നിറപറ നൽകുന്ന 1 കിലോ വെളിച്ചെണ്ണ നൽകുന്ന മറ്റൊരു ഉപഹാരം. എന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഒരു 10-20 ഗിഫ്റ്റ് വൗച്ചർ, കുറേ സാധനങ്ങൾ. പിന്നെ KP നമ്പൂതിരി നൽകുന്ന മറ്റൊരു ഉപഹാരം എന്നിട്ട് കുറേ സാധനങ്ങളുണ്ടാവും. ഇത് ക്ലീനക്സിന്റെ ഒരു പെട്ടി. വീട്ടിൽ ടിഷ്യൂവിന്റെ ആവശ്യം നല്ല ആവശ്യം. ഇതിലാരുള്ള ഇതിൻ്റെ ഭാര്യക്ക് വാങ്ങിച്ച ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇതേതാണ്? ഗിവ് മീ മോക്ക ഷെയ്ഡ്. ഇത് ഞാൻ വേണമെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. അത് വേണ്ട. ഇനി അടുത്തത് നമുക്കൊരു മീഡിയം ബോക്സ് കുടിക്കാം.
ഇതിനകത്ത് മിക്കവാറും എൻ്റെ ഷൂ ആയിരിക്കും. ഞാൻ രണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 ഷൂ ഓർഡർ ചെയ്തിരുന്നു. അതന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എൻ്റെ 2 ഷൂ ആണ്. ഷൂവിൻ്റെ ബ്രാൻഡ് ഞാൻ ആർക്കും കാണിച്ചു തരുന്നു. അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉള്ളത് ആ ബ്രാൻഡുകാർക്ക് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഷൂ അടക്കട്ടെ. ഷൂവിന് മുമ്പ് ഞാൻ വേറൊരു സ്പ്രേ കാണിച്ചത്. പെട്ടിയിലൊക്കെ പൊടിയാണ്, ഇതൊക്കെ പൊടിയല്ല. ഇതൊക്കെ എടുക്കും നിലത്തിട്ട് ഉരുട്ടി കൊണ്ടുവരുന്ന പെട്ടിയാണ്. അടുത്തത് ഞാൻ അരോമ ഫാക്ടറിൻ്റെ ഒരു സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ട്, ഷുഗർ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതും ചെറിയ പൈസ ഉള്ളൂ, പക്ഷെ 100 ml പെർഫ്യൂം ആട്ടത്. ഇതും പെർഫ്യൂമാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചതും പെർഫ്യൂമാണ്. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അറിയാലോ, റേഷ്യോ മിക്സിങ് വ്യത്യാസം ഉണ്ടാവും, കുറച്ച് ഓയിൽ അധികം ഉണ്ടാവും പെർഫ്യൂമിൽ. പെർഫ്യൂമാണ് സെക്കൻഡ് ഹയസ്റ്റ് ക്വാളിറ്റി ആട്ടോ പെർഫ്യൂമിന് മുമ്പ് വേറൊരു സാധനം ഉണ്ട്, എന്തോ ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം, എനിക്കറിയില്ല. ആ സാധനമാണ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി. പിന്നെ ഉള്ളതാണ് ഈ സാധനം പെർഫ്യൂം. ഇത് പെർഫ്യൂമാണ്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ സ്പ്രേ ഒക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഒരു ബാർഗെയിനാണ്. ചിലപ്പോൾ നന്നാവാൻ, ചിലപ്പോൾ നന്നല്ല. നമ്മൾ ആരോടെങ്കിലും സജഷൻ ചോദിച്ച് വാങ്ങിക്കണമെങ്കിൽ. ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് പൈസ കുറവായതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇപ്പോൾ ഇത് അടിച്ചു നോക്കിയാൽ അറിയാം അതിൻ്റെ മണവും ഗുണവും എന്താണെന്നുള്ളത്. ഇനി അടുത്തത് എൻ്റെ ഷൂസ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസാണ് പറഞ്ഞു തരാം. ചിലപ്പോൾ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ അത് നടക്കണേ. അത്രയും എക്സ്പെൻസീവ് ആണ് ഷൂ. ഞാൻ ഈ ഷൂ നമുക്ക് ഇട്ട് നോക്കാം. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഈ ഷൂവിൽ 35 രൂപയ്ക്ക് മെമ്മറി ഫോം എന്നൊക്കെ പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. മെമ്മറി ഫോം പോലൊക്കെ തോന്നുന്നുണ്ട് നിൽക്കുമ്പോൾ. 10 സൈസാണുണ്ട്. 10 സൈസാണിത്. അപ്പോൾ സൈസൊക്കെ കറക്റ്റാണ്. ഏകദേശം ഞാൻ ഒരു കാലം ഇട്ടിട്ടുണ്ട്. ഈ കാലം ഒന്ന് ഇട്ടോക്കട്ടെ. ഞാൻ നിങ്ങൾ ഇടുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചത്, ഞങ്ങളോട് നിങ്ങൾക്ക് എത്ര ഷൂസ് ഉണ്ട് ഇവിടെ ഓൾറെഡി, അതൊന്ന് പറയൂ. വളരെ കുറവാണ്. ചിലവരൊക്കെ ഷൂ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ കുറവാണ്. 4 ഷൂസ് 2 3 4 2 ഫോർമൽ, പിന്നെ 2 കാഷ്വൽ. അതിലൊന്ന് ഓൾറെഡി ചാവാനായിരിക്കും. ഒരു റീബോക്കിൻ്റെ ഒരു ഷൂ ഉണ്ട്, അത് ചത്തിക്കണം ഓൾറെഡി. ഇത് കുഴപ്പമില്ല, നിൽക്കുമ്പോഴൊക്കെ ഒരു സുഖമുണ്ട് ചവിട്ടാനൊക്കെ. ഓക്കെയാണ്, ഏകദേശം ഓക്കെയാണ് അല്ലേ? ഇന്നിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സ് ഉണ്ടാവും ഈ ഡ്രസ്സിലേക്ക്. നേരത്തെ വന്നില്ല. ആമസോണിൻ്റെ കംപ്ലൈൻറ്റ് ചെയ്യണം. ഓക്കെയാണ്, ഐ ഫീൽ ഓക്കെ. കാലിനൊരു സുഖമുണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. ദിസ് ഈസ് ഓക്കെ, അപ്രൂവ്ഡ്. ഇനി അടുത്തത് വീണ്ടും ATH കമ്പനിയുടെ വേറൊരു ഷൂ. ഇതെന്താ പോകുന്നത്? ഷൂ കാണിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ എടുത്തിട്ടുള്ള സാഹസം ഒന്നും കാണിക്കല്ലേ. ഇത് ആ വടിമേൽ എങ്ങനെയൊക്കെ നിൽക്കുന്നു. ഞാൻ കാലിങ്ങനെ പൊന്തിച്ച് കാണിച്ചു. ഇത് ആ സെയിം കമ്പനിയുടെ ATH ആൻഡ് കമ്പനിയുടെ വേറെ ഷൂ ആണ്. എത്കോ എന്നാണ് പറയല്, പക്ഷെ അത് ഏറ്റവും വലിയ രസം എന്താ പറയാ, ആ ബോക്സിന്റെ സൈഡിലൊരു ഇത് നോക്ക് 35 രൂപയ്ക്ക് ഒരു കൊള്ളിയൊക്കെ തരുന്നുണ്ട് ഫ്രീ ആയി. അതല്ല രസം, ബോക്സിന്റെ സൈഡിലൊരു എംബ്ലം ഉണ്ട്. അതാ എനിക്കൊരു പ്രശ്നമുണ്ട്, എന്താ അറിയാം, ഞാൻ ഞാൻ ഈ ഷൂ എടുക്കാനുള്ള മെയിൻ റീസൺ എന്താ അറിയോ? എന്താ ഈ നോട്ടീസ് ചെയ്ത് ഞാൻ ഈ ഷൂ എടുക്കാനുള്ള മെയിൻ റീസൺ പ്രൈസ് ടാഗ് അല്ല, ഇതിന് 35 രൂപയുള്ളൂ. 35 രൂപയ്ക്ക് വേറെ പല ഷൂസും ഉണ്ട്. ഞാൻ ഈ പെർട്ടിക്കുലർ ഷൂ ഞാൻ എടുക്കാനുള്ള റീസൺ എന്താണ് ഗസ് ചെയ്യാൻ പറ്റുമോ? അല്ല അപ്പൊ വൈറ്റ് എടുത്തില്ലേ? ഈ പെർട്ടിക്കുലർ ഷൂ ഞാൻ എടുക്കാനുള്ള ഒരു കാരണമുണ്ട്. അതൊന്നല്ല, മെമ്മറി ഫോം ഒരു റീസൺ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞേ, ഇതിലെവിടെ ഈ കമ്പനീന്റെ ലോഗോ ഇല്ല. ഞാൻ പറയില്ല, എനിക്കൊരു പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ ലോഗോ ഉണ്ടാവുകയാണെങ്കിൽ നല്ല കമ്പനിയുടെ ലോഗോ ആയിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ലോഗോ പാടില്ല. ചാത്തനാണെങ്കിൽ ചിലർ കാണാം ചാത്തൻ സാധനം ഏതൊക്കെയോ അടിവാസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോഗോ ഒക്കെ വെച്ച് നടക്കുന്നവരുണ്ട്. ഈ സാധനത്തിന് ലോഗോ ഇല്ല, ഇതിന് എവിടെയും ലോഗോ ഇല്ല, ഇതിൻ്റെ അടിയിൽ വരെ ലോഗോ ഇല്ല. ഈ കമ്പനിക്ക് തന്നെ ലോഗോ ഉണ്ടോന്നല്ല അറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ലോഗോ ഉണ്ട് ഇവിടെ. അപ്പോൾ ഷൂ അയച്ചാരും നോക്കൂലല്ലോ, ഒരാൾ ഓടി വന്ന് ഷൂ ഒക്കെ വരിക ബ്രാൻഡ് ആരും നോക്കൂലല്ലോ.
അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആളുകളെ നമുക്ക് പറ്റിക്കാം. ഇങ്ങനെ തന്നെ ആളുടെ ഒക്കെ മാതിരി തോന്നും. ഇതേണ്ട കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഫിനിഷിങ് കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല, രസമുണ്ട്. ഓക്കെയാണ്, സ്റ്റിൽ മാനേജബിൾ ആണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഒരു പൊന്തലുണ്ട് ഈ സോളിൻ്റെ ഈ അറ്റം ഇങ്ങനെ ഇരുന്നാൽ മതി, ആയിട്ട്. ഇപ്പം കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഓക്കെ, ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാലിൻ്റെ അടിയിൽ ഇടാനുള്ള സാധനമെല്ലാം മച്ചാണ്. എന്തിനാണ് വെറുതെ 6000 മുടക്കി? 600-700, ഞാനിത് എപ്പോൾ 600 റുപ്യാണ് അതിൻ്റെ ഉള്ളിലുള്ള ഷൂ. A6-ൻ്റെ ഒരു തരിപ്പിൻ്റെ പുറത്ത് വാങ്ങിച്ചാൽ ചാര. ഞാനിത് പൊളിക്കട്ടെ, ചാരിട്ട് ഞാൻ എനിക്കിങ്ങനെ ഇരുന്ന് പൊളിക്കാൻ മുടി കാണില്ല. 6 മണിക്കൂർ കഴിഞ്ഞു ഞാൻ ചെയ്തിട്ട്. ഇതിലാണ് ഇനി മെയിൻ സാധനങ്ങൾ. ആയ 3 സാധനമേ ഉള്ളൂ. ഇനി വി ആർ ഓൾമോസ്റ്റ് ദ ഫൈനൽ റൗണ്ട്. ഇത് നമ്മുടെ ബേബിയുടെ സ്ട്രോളർ മേൽ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ കവറും കൂടെ പിടിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രോളർ മേൽ തൂക്കാനുള്ള ഹുക്ക്. ഇത് വെൽക്രോ ആണ്. വെൽക്രോ വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്തൊരു കാരബൈനർ ഉണ്ട്. നമുക്ക് കാരബൈനർ മേൽ തൂക്കുക, ഹുക്കും ഉണ്ട്. അങ്ങനത്തെ ഒരു 4 സെറ്റ്, 2 കാരബൈനർ സെറ്റും 2 ഹുക്ക് സെറ്റും. വെൽക്രോൻ്റെ ആട്ടോ, എല്ലാം വെൽക്രോ ആണ്. നമുക്കിത് ഇത് എല്ലാം സ്ട്രോളർ മേൽ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് വേറെ എവിടെയും ഉപയോഗിക്കുവാണെങ്കിൽ. യൂസ് ഇറ്റ് ഓൺ കാറിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ടു ഹാം സംതിങ്. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചു. ഇനി അടുത്തതാണ് നമ്മുടെ വൈഫിലെ ക്രോക്സ്. വൈഫ് നല്ല വൈറ്റ് ക്രോക്സ് എടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നേരെ മാറ്റി ബ്ലാക്ക് ക്രോക്സ് ആക്കി. കാരണം ഒരു വൈറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവളത് ചളിയാക്കി ആകെ നാശാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രാവശ്യം മെല്ലെ അത് വൈറ്റ് ആക്കി ബ്ലാക്ക് ആക്കി. നിന്റെ കാലിൻ്റെ സൗന്ദര്യം കൊണ്ട് ഈ ചെരുപ്പിൻ്റെ അഗ്ലിനെസ് ഉണ്ടെങ്കിൽ അത് മാറുകയുള്ളൂ. ആരാണത് പറയുന്നത്? സൈസ് 10 കാല് കടിക്കുക. ഞാൻ വൈഫിന് ചെരുപ്പ് വന്നിട്ട് കൊടുക്കട്ടെ. ആ അത് കുഴപ്പമില്ല. എന്താണ് കുഴപ്പമില്ല, എന്റെ വീട്ടില് വല്യമാരുണ്ട് ചെരുപ്പ്. ഇത് കുഴപ്പമില്ലല്ലോ. ഇതിമേൽ ഇങ്ങനെ 2-3 ചാർമൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചാം. എനിക്ക് ഫുൾ ചാം വേണം കേട്ടോ. ഉണ്ടാവുന്നു ഞാൻ ചെരുപ്പ് മേലെ ചാമ കൂടി കണ്ടിട്ടാണ്. പിന്നെ അടുത്ത സാധനമാണ് നമ്മുടെ ഇത് അറ്റം ബോംബ്. അറ്റം ബോംബിന്റെ ഉണ്ടാണത്. 4.8 ലിറ്റർ. 4.8 ലിറ്റർ എത്ര ഉള്ളൂ? ഓമോന്റെ വാഷിംഗ് മെഷീൻ സോറി ഡിറ്റർജന്റ് ആണ്. ഡിറ്റർജന്റിനല്ല ഇത്, ഓൾ മെഷീൻ ടഫ് ഓൺ സ്റ്റിങ് ഡിറ്റർജന്റ് ആണ്. ഡിറ്റർജന്റ് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഇത് മണത്തിന്റെ സാധനമാണല്ലോ. ഡിറ്റർജന്റ് ആണെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചോട്ടോ. ഞാൻ 2 സാധനം മേടിച്ചിട്ടുള്ളൂ. നീ പല സാധനങ്ങളും ഇട്ടിരുന്നു, ഞാനതൊക്കെ വെട്ടി കുറച്ച്. അങ്ങനെ കഴിഞ്ഞ് നമ്മളെ ബോക്സുകളെല്ലാം കാലിയായി. അപ്പം അല്ല ടിഷ്യൂ വന്നുള്ളായിരുന്നു. സ്പ്രേ 2 ഇല്ലായിരുന്നാ? എല്ലാ വേറൊരു ഷിപ്മെന്റും കൂടെ വരാനുണ്ടായിരുന്നല്ലേ. എൻ്റെ ഫോണിൽ നോക്കണം, ഒരു സ്പ്രേയും കൂടെ വരാനുണ്ട്. ഐ തിങ്ക് ഒരു സ്പ്രേ വരാനുണ്ട്, പിന്നെ വേറെ സംതിങ് എൽസ് എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായി. ഐ തിങ്ക് സോ, എന്തോ 2 സാധനങ്ങളും കൂടെ ഉണ്ടായി. ഐ തിങ്ക് അത് വേറെ ഏതോ ദിവസമാണ് അതിൻ്റെ ഡെലിവറി. ചെക്ക് ചെയ്യണത്. ആ എൻ്റെ ക്രീം എത്തിയല്ലോ അല്ലേ, ശരിയാണ്. അപ്പോൾ കഴിഞ്ഞു നമ്മളെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ. ഇനി പോയിട്ടൊന്ന് നല്ലൊരു ഷവർ ദെൻ സം വാട്ടർ. ഷവർ
ഷവർ ചെയ്തിട്ട് ഇത്തിരി വെള്ളം കുടിച്ച് ഗെയിം കളിക്കണം. ഇന്ന് കുറച്ച് മിഷൻ തീർക്കാനുണ്ട്. മണ്ട മുതൽ പിടിപ്പത് പണിയാണ്. മണ്ട കുറേ പണിയുണ്ട് വർക്ക് ഫ്രം ഹോം. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡു റിംഗ് ദ ബെൽ ബട്ടൺ. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുന്നു വേണ്ട പാവങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫോണിലാവും കാണുന്നത്. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് ജെൻറ്റൽ ടാപ്പ്, പ്ലീസ് ജെൻറ്റൽ ടാപ്പ് ഓൺ ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ദി ബെൽ ബട്ടൺ. ജെൻറ്റൽ, വെരി ജെൻറ്റൽ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, അപ്പം വരുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ ആകും വരുന്നത്. അപ്പം നമ്മൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയാനും വേണ്ടി കാഹളം മുളക്കാൻ ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു ഇട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ബൈ. നെക്കത് എന്നിട്ട് വേണം പോവാൻ.